അപ്പൊ മച്ചാമാരെ ഇതേ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കണെന്നിട്ടാ നല്ല റംബൂട്ടാന്റെ മരം, അതില് നല്ല കാച്ചി എടുക്കുന്ന റംബൂട്ടാനുണ്ട്. അപ്പൊ ഈ കിടന്ന് റംബൂട്ടാൻ വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോകുന്ന സംഭവം വേറെ ഒന്നുമല്ല, നമ്മളിതെല്ലാം വെച്ചിട്ട് ജാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ റംബൂട്ടാൻ തൊളികളയുന്ന പരിപാടിയാണ്, സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ റംബൂട്ടാൻ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തിരിക്കുക, അഴുങ്ങനെ പൊട്ടിക്കുമ്പോഴേ ഓരോന്നിടത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നും, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മളുടെ റംബൂട്ടാൻ നമ്മൾ തൊലി കളഞ്ഞ് പഴാക്കി എടുത്താണത്. അപ്പൊ നമ്മുടെ റംബൂട്ടാൻ പഴത്തിന്റെ നടുക്ക് കുരുണ്ട്. അപ്പൊ നമുക്ക് ആ കുരുവിന്റെ പുറത്തുള്ള ഫ്ലഷ് മാത്രമായിട്ട് നമ്മൾ ചെത്തിയെടുക്കാൻ പോവാണേ. ഇതെന്തായാലും കുറച്ച് നേരം നീണ്ടു നിൽക്കണ പണിയായിരിക്കുള്ളൂ കേട്ടോ. റംബൂട്ടാനൊക്കെ അരിഞ്ഞെടുത്ത സ്ഥിതിക്ക് നമ്മുടെ അടുപ്പിലേക്ക് ഉരുളി കയറ്റിയേക്കാണേ. അപ്പൊ അത് നമ്മുടെ ജാമാക്കി മാറ്റാനുള്ള റംബൂട്ടാൻ ഒന്നിതിൽ കിടന്ന് ചൂടായി വരട്ടേട്ടാ. നമ്മുടെ പഞ്ചാര ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തീയൊക്കെ കെടുത്തി നല്ല പരുവത്തിലേക്ക് നമ്മുടെ ജാമ് നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങ എടുത്ത് അതിന്റെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജാറിലാണ് നമ്മൾ ജാം ഇട്ട് വയ്ക്കുന്നത്. ഇനി ഇതേ നമ്മുടെ ചൂടാറി നല്ല തണുത്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിയ ജാമിനെ നമ്മളുടെ ജാറിലേക്ക് മാറ്റാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇതേ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ കാണുന്നതാണ് ഏകദേശം 50-60 കിലോ റംബൂട്ടാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ജാം, റംബൂട്ടാൻ ജാം. അപ്പൊ നമ്മള് ബ്രെഡ് അഭിനയ നമ്മുടെ ജാം എടുക്കാം, എന്നിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഇപ്പൊ പറയാട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്റെ മോനെ പൊളി. പ്രിസർവേറ്റീവായിട്ട് ആക്കി ചേർന്നിറങ്ങിയതിന് മാത്രമേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, പൊളി. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ബ്രെഡും കൂടി അവിടെ കട്ട് ചെയ്തിട്ടാ. നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പൊ അത് എല്ലാവർക്കും റംബൂട്ടാൻ ജാമിൽ പൊതിഞ്ഞ ബ്രെഡാണെന്ന് കഴിക്കും മോനെ. എങ്ങനെയുണ്ട് സംഭവം? നോക്കി, നമ്മുടെ ജാമ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ഇട്ടാ, ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടില്ല. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളുടെ ഇന്നത്തെ റംബൂട്ടാൻ ജാമ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും കുറച്ച് റംബൂട്ടാൻ എനിക്ക് കിട്ടണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒരു ഡിഫറെന്റ് ടേസ്റ്റിലുള്ള ഒരു ജാമ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടാ.